ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അതിൻ്റെ ആവശ്യത്തിനായുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് 1.5 കിലോയും കുറച്ചും കൂടെ ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഒരു ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയുള്ളിയാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. അരക്കപ്പ് തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറാൻ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും ബേ ലീഫും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഈ സവാള, ചെറിയുള്ളി, കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. സവാള അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയുള്ളിയാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ചിക്കൻ കറിക്ക്. ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടാൽ കുറച്ചിപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുകയാണ്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു വാനിടേണ്ട. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടിയും. ഈ പൊടികളുടെ റോ ഫ്ലേവർ മാറാൻ നന്നായിട്ട് ഇതിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാമേ. മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് 4 ചേർത്തിട്ടുണ്ട്. എരിവ് കൂടിപ്പോകാനിടയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. ഇതിൽ ഗരം മസാല ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ആയതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കാമേ. പൊടികൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാമേ. ചിക്കൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ കറി ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ
ചിക്കൻ കറി ഒന്ന് കുക്ക് ആകാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൽ തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ മാറാൻ. ഇതിൽ ഉപ്പ് കുറഞ്ഞ കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത് മതി. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ വെച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക്. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി ഇതിലേക്കൊന്ന് സെർവ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കിയ ചിക്കൻ കറി. ഞാൻ വെറുതെ പറയല്ല, നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി. സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കിയ ഈ ഒരു ചിക്കൻ കറി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.